നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മളെല്ലാവരും ഡയറ്റ് എടുക്കുന്നവരാണ് അല്ലേ? എല്ലാവരും ഭക്ഷണത്തെയൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കുന്നവരാണ്. ഒരുപാട് ഓവറായിട്ടുള്ള ഈറ്റിംഗ് ഉള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്നാലും ഭൂരിഭാഗം ആളുകളും ഇന്നും ഡയറ്റ് കോൺഷ്യസ് ആണ്. വല്ലപ്പോഴും പുറത്തുനിന്നൊക്കെ ഔട്ടിങ്ങിന് കഴിക്കുമെങ്കിലും കൂടുതലും പേർക്ക് ഹെൽത്ത് ഒന്ന് ഫിറ്റാക്കി വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഒരുപാട് കൂടിയിട്ടുണ്ട് പണ്ടത്തിനെ അപേക്ഷിച്ച്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇത്. നമ്മൾ ഡെയിലി ഡയറ്റ് എടുക്കുന്നുണ്ട്, ഡെയിലി ഭക്ഷണം കഴിക്കുന്നുണ്ട്, പലതരം ഫുഡ് സ്റ്റെപ്സ് കഴിക്കുന്നുണ്ടാവും. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണ്ടേ? ഒരാഴ്ചയിൽ ഒരിക്കലും ഒരു ഡീറ്റോക്സ് ഡയറ്റ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവും നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സാധാരണ ഒരു നോർമൽ ഫുഡ് പോർഷൻ കൺട്രോളിലൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഈ ഡീറ്റോക്സ് ഡയറ്റ് പ്ലാന് വളരെയധികം നിങ്ങളുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെയുള്ള നല്ല ഒരു കിഡിലനായിട്ടുള്ള ഒരു ഡിറ്റോക്സ് ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡയറ്റ് പ്ലാൻ ആഴ്ചയിൽ ഒരിക്കൽ, മാക്സിമം ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് അടുപ്പിച്ചിട്ടുള്ള 2 ദിവസമാകാം, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള 2 ദിവസമാകാം. പക്ഷെ ഒരുപാട് നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്ഫുൾ ആകും എന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഡയറ്റ് പ്ലാനിലോട്ട് നമുക്ക് കിടക്കാം. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓയിൽ പുള്ളിങ് ചെയ്യുക. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ പുള്ളിങ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. 1 ടീസ്പൂൺ ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ബെറ്റർ, നിങ്ങളുടെ വായിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കൊഴിയാം. ഇങ്ങനെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യാം. എന്നിട്ട് വളരെ നേർത്ത് വരും ഈ ഓയിൽ. അതിനുശേഷം നിങ്ങൾക്ക് അത് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. നമ്മളത് ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പതിയെ വേണം ഡിസ്കാർഡ് ചെയ്യാൻ. പെട്ടെന്ന് തുപ്പരുത്. ഒരു ആവശ്യമില്ലാത്ത ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഓയിൽ പുള്ളിങ് ചെയ്യാം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രൂട്ട്സ് ആണ്. അത് ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പപ്പായ, പോംഗ്രാനൈറ്റ്, അല്ലെങ്കിൽ പഴം. നേന്ത്രപ്പഴം അധികം വേണ്ട, റോബസ്റ്റ യൂസ് ചെയ്യാം. അതുപോലെ അനാറ് യൂസ് ചെയ്യാം. സബർജിൽ നല്ലതാണ്. പിയർ ഫ്രൂട്ട് നല്ലതാണ്. മാംഗോ യൂസ് ചെയ്യാം. ഇങ്ങനെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒരു ബൗള് ഫ്രൂട്ട്, ഒരു ചെറിയ ബൗളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം കറിപ്പാത്രം ഉണ്ടല്ലോ, അത്രയും ഉള്ള ഒരു ബൗളിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റിന്. വെള്ളം കുടിക്കാവുന്നതാണ്. ഫിൽറ്റേഡ് വാട്ടറോ തിളപ്പിച്ചാറിയ വെള്ളമോ, അങ്ങനെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ ഡീറ്റോക്സ് ഡയറ്റ് ചെയ്യുമ്പോൾ. ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ കരിക്കും വെള്ളം ഏറ്റവും ബെസ്റ്റാണ്. കരിക്കും വെള്ളം കുടിക്കുക. ഒരു കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ട് അത് മിഡ് മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ കരിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മോരും വെള്ളം ആയാലും മതി. അധികം പുളിയില്ലാത്ത മോരും വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. വീട്ടിലുണ്ടാക്കുന്ന മോരും വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. മോരും വെള്ളം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ കറിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ഇടേണ്ട കാര്യമില്ല. കാരണം വല്ലാണ്ട് എരിച്ചിൽ വരും. ഡീറ്റോക്സ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളധികം ഫുഡ് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ എരിച്ചിലും കൂടെ വരുമ്പോൾ അസിഡിറ്റി കൂട്ടും. അതുകൊണ്ട് വെറുതെ മോരിൽ വെള്ളം ചേർത്തിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം മിഡ് മോർണിംഗ് ടൈമിൽ. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കരിക്കും വെള്ളം ഉപയോഗിക്കുന്നതാണ്. കരിക്കും വെള്ളം ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെജിറ്റബിൾ സാലഡ്, കുക്കുംബർ, തക്കാളി, സവാള ഒക്കെ അരിഞ്ഞിട്ടിട്ട് സാലഡായിട്ട്, അത് റോ സാലഡ് അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ട് നമ്മുടെ ഇഡലി പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഒരു പിഞ്ച് റോക്ക് സോൾട്ടും ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് അത് ലഞ്ചിന് യൂസ് ചെയ്യാം. 4 മണിക്ക് ജിഞ്ചർ ടേമറിക് ടീ യൂസ് ചെയ്യാം. അതായത് ഇഞ്ചി ചതച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം. ഒരു ഗ്ലാസ് വേണ്ട, ഒരു 1.5-2 ഗ്ലാസ് എടുത്തോളൂ. അത് തിളച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ ആവും. അതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് അതും ആഡ് ചെയ്യാം. ഇനി ശുദ്ധമായ മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ആ പൊടി ഇട്ടാലും മതി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ചെറിയ ചൂടോടെ യൂസ് ചെയ്യാവുന്നതാണ് ചായക്ക് പകരം കേട്ടോ. മധുരമൊന്നും ഇടാൻ പാടില്ല കേട്ടോ, വെറുതെ ഇത് മാത്രം ഉപയോഗിക്കുമ്പം. ഡിന്നർ 7 മണിക്ക് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ബെറ്റർ. ഇനി അത് പറ്റാത്തവരാണെങ്കിൽ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നറിൽ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പ്രോട്ടീൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വെള്ളക്കടല പുഴുങ്ങിയെടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളക്കടല എടുക്കുക. ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിടുക. അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം. കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞിടാം. അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആകാൻ പാടില്ല കേട്ടോ, ഒരു പിഞ്ചൊക്കെ ഇട്ടാൽ മതിയാവും. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക്
ഒരു പിഞ്ച് റോക്ക് സോൾട്ട് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. ഇനി ഫ്രൂട്ട് ആവശ്യമുണ്ടെങ്കിൽ ആപ്പിൾ നല്ല ഫ്രൂട്ടാണ്, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഫ്രൂട്ട് ആപ്പിളാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആപ്പിൾ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ അധികം പഴുക്കാത്ത പപ്പായയും വലിയ പ്രോബ്ലം ഇല്ലാത്ത ഫ്രൂട്ടാണ്, അത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യാം. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരും കൂടെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അതൊരു ചെറിയ ബൗളിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് ഡിന്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരിക്കും, നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. അല്ലാത്ത സമയം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഡിറ്റോക്സ് ഡയറ്റിൽ ഇത് മസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഡിന്നർ കംപ്ലീറ്റ് ആയി. ഇനി കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ കറുകപ്പട്ടയുടെ സ്റ്റിക്ക് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഇത്രയാണ് നമ്മുടെ ഡിറ്റോക്സ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഡയറ്റ് പ്ലാൻ വളരെയധികം ഹെൽത്തിയാണ്. നിങ്ങളുടെ ന്യൂട്രിയൻസിനൊന്നും ഒരു ലോസും ഉണ്ടാവില്ല. കാലറി മാത്രമാണ് കുറച്ച് കുറവുള്ളത്, ബാക്കി എല്ലാ ന്യൂട്രിയൻസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 2 ദിവസം ഇത് ട്രൈ ചെയ്യുക. ബാക്കിയുള്ള ദിവസം നിങ്ങൾ നോർമൽ ഡയറ്റ് ആണോ അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ബാക്കിയുള്ള ദിവസം എടുക്കരുത്. പോർഷൻ കൺട്രോളിൽ നോർമൽ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആഴ്ച 2 ദിവസം ഡീറ്റോക്സ് ഡയറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.